ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട്, അതും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പറയുന്നത്. ഇതേപോലൊരു പീസ് തുണിയും ഇതേപോലൊരു ക്യാൻവാസും മാത്രം മതി. അവ എളുപ്പമാണ്. നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ പെൻസിൽ പൗച്ചിൻ്റെ മേക്കിംഗ് ആണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, 11 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളമുള്ള ഒരു പീസ് തുണിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെയുള്ള ലൈനിങ് പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഇത്തിരി കട്ടിയുള്ള തുണിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം നമുക്കൊരു സിബും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അത് പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ ആ ഒരു ക്ലോത്തിനകത്തേക്ക് നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലൊരു പീസ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റൗണ്ടല്ല, ആ സ്ക്വയർ ആയിട്ട് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 4 ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നാണ്, 2-3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതൊന്ന് സ്പീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ഇപ്പോൾ ക്യാൻവാസ് ഞാൻ അതിനകത്തേക്ക് നന്നായിട്ട് അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നമുക്കൊരു പീസ് തുണിയും കൂടെ വെച്ച് ഇതേപോലെ 4 വശം ഞാനൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, എളുപ്പമാണ്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എന്താ പറയുക, വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ചെറിയ ഷീറ്റൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ റബ്ബർ ഷീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കട്ടിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ആ ഷീറ്റൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കടകളിൽ. അപ്പോൾ അത് മേടിക്കുവാണെങ്കിൽ അത് നല്ലതാണ്. ഇപ്പോൾ അതില്ലാച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടല്ലോ. എന്നിട്ട് സിബ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സിബ് എടുക്കുന്നത് നമ്മൾ ഏകദേശം 11 ഇഞ്ച് വീതിയിൽ തന്നെയാണ്, 11 ഇഞ്ച് നീളത്തിലാണ് നമ്മുടെ സിബ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ആ സിബ് ഒന്ന് നിവർത്തി വെച്ചിട്ട് വീണ്ടും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് എന്നിട്ട് ഇങ്ങനെ ഒന്ന് നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ചിട്ട് ഒന്ന് മലത്തി വെച്ചിട്ട് സിബ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക് നമ്മുടെ അപ്പുറത്തെ വശം കൊണ്ടുവന്നിട്ട് നമുക്ക് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടല്ലോ, ഇതേപോലെ ഒന്ന് നിവർത്തി വയ്ക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ അതിൻ്റെ ഒരു ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറിയിട്ട് നമുക്കത് വൃത്തികേടാവും. അപ്പോൾ സിബ് തയ്ക്കുന്ന സമയത്ത് അതിൻ്റെ റണ്ണർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും. കണ്ടല്ലോ, എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. റണ്ണർ ആദ്യമേ തന്നെ ഊരി മാറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും. എന്നിട്ട് നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. റണ്ണർ ഇടുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അത് ചെയ്ത് പ്രാക്ടീസ് ആവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ റണ്ണർ ഇട്ട് കൊടുക്കണം. ഇത് കണ്ടല്ലോ, ഇനിയിപ്പോൾ റണ്ണർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് മലത്തി വെച്ചൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. കണ്ടല്ലോ, റണ്ണർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇത് കറക്റ്റായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സിബ് കറക്റ്റ് ചെയ്തിട്ട് സിബിൻ്റെ കറക്റ്റ് സെൻറ്റർ, സിബ് കറക്റ്റ് ഇതായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ നമ്മൾ പിടിച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ള ഇത് തന്നെയുള്ളൂ. എന്നും പറഞ്ഞ് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ, എളുപ്പം തന്നെയാണ്. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളത് ചെറിയ കട്ടിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ ഒന്ന് വെച്ചിട്ട് ആ കട്ട് ചെയ്ത പോർഷനും നമ്മുടെ ഈ സിബിൻ്റെ ആ ഒരു സെൻറ്ററും ഉണ്ടല്ലോ, കണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു 3 സ്റ്റിച്ചെങ്കിലും കൊടുത്തേക്കണം. ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു 2-3 സ്റ്റിച്ച് കുറഞ്ഞത് കൊടുത്തേക്കണം. അല്ലെങ്കിൽ അത് തുറന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് നന്നായിട്ട് 2 സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ എക്സസ് ആയിട്ട് നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് ട്രിം ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കണ്ടല്ലോ, 1 ഇഞ്ച് വീതിക്കും 1 ഇഞ്ച് നീളത്തിനും 4 സൈഡിൽ ഓരോ സ്ക്വയർ ബോക്സ് പോലെ വരച്ചിട്ടുണ്ട്. കണ്ടല്ലോ, 4 സൈഡിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വരയ്ക്കുന്നിട്ട് ഒരു 3/4 ഇഞ്ച് കണക്കാക്കിയിട്ട് നമ്മളൊന്ന് ഡ്രിം ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ആ 3/4 ഇഞ്ചിനെ ചെയ്യാവൂ. 3/4 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് 1 ഇഞ്ച് കറക്റ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 3/4 ഇഞ്ചെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്നിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തേക്കണം. നമ്മളവിടെ കട്ട് ചെയ്തതാണ് ആ സൈഡിൽ. അപ്പോൾ അവിടെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തേക്കണം. എന്നിട്ട് ഈ ഒരു ഇത് കണ്ടല്ലോ, ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് നിവർത്തി എടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് നിവർത്തി എടുക്കണം.
ഇതേപോലെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇത് കണ്ടല്ലോ, ഇതേപോലെ ഒന്ന് നിവർത്തിയെടുക്കണം. അപ്പം നമ്മൾ നേരത്തെ ആ സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ടാണ് നമ്മൾ പിടിച്ചതെങ്കിൽ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നിവർത്തിയെടുക്കുക നമ്മൾ. ഇതേപോലെ ഇങ്ങനെ എല്ലാ സൈഡിലും ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് നിവർന്ന് വരുമ്പോഴത്തേക്കും കണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പാടുവശം ഉണ്ടല്ലോ, ആ മടക്ക് വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു പാടുവശത്തേക്ക് നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് നിൽക്കണം. കണ്ടോ, ഇതേപോലെ നിൽക്കണം. ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു മാർക്കിംഗ് ഉണ്ട്, നമ്മൾ നേരത്തെ ആ 1 ഇഞ്ചിന് വരച്ച ആ സ്ക്വയറിൻ്റെ പാടാട്ടോ അത്. ഇത് കണക്കാക്കിയിട്ട് നമുക്ക് 4 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ. അപ്പോൾ ഒരു 2 or 3 സ്റ്റിച്ച് കൊടുത്തേക്കണം. അഴിഞ്ഞു പോകാണ്ടിരിക്കാനാണ്. ലോക്ക് ചെയ്ത് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എക്സസ് ആയിട്ട് കിടക്കുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി എന്ന് പറയുന്നത്. ഒരു 2 or 3 സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം അല്ലേ? അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. നമ്മുടെ പൗച്ച് റെഡി ആയിരിക്കുവാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലാട്ടോ പറഞ്ഞു തന്നിരിക്കുന്നത്. എളുപ്പമാണ്. ഇനിയിപ്പോൾ 9 ഇഞ്ച് വീതിയിലാണ് ഇതിപ്പം വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ 11x9 നമ്മൾ എടുത്തത്. ഇത് 11x 7 എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഈ കുഞ്ഞിത് ഇത്തിരി സൈസ് കുറവ്, അതായത് ഇത്ര ഹൈറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊരു 7-8 ഇഞ്ച് വരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.